ഇനി മത്സരരംഗത്തേക്ക് വരുമ്പോൾ സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്നുണ്ട്, മന്ത്രിമാർ മത്സര രംഗത്തുണ്ട്, അതിനപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രി മത്സര രംഗത്തുണ്ട്. അപ്പോൾ വലിയ വിമർശനങ്ങൾ അതിനെതിരെ ഉയരുന്നത് കേന്ദ്രമന്ത്രി MLA ആകാൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ആ വിമർശനങ്ങൾ ബാലിശമെന്ന് പറയുകയാണ് ജോർജ് കുര്യൻ മീഡിയ വണ്ണിനോട്. അധികാരം കണ്ടല്ല താൻ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്, കാഞ്ഞിരപ്പള്ളിയിൽ BJP ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊരു മിഷനായിട്ട് ഇത് ആശയം തിരഞ്ഞെടുത്തയാളാണ്. 14-ാമത്തെ വയസ്സിൽ ആരും സമീപിക്കാതെ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നാണ്. JP മൂവ്മെൻറ്റിലൂടെ വന്നതാണ്. ഞാൻ JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആളാണ്. അതിനുശേഷം ജനസംഘവുമായിട്ട് ബന്ധപ്പെടുകയും അതിലൂടെ ജനതാ പാർട്ടി പിന്നെ BJPയിൽ വരികയും ചെയ്തതാണ്. അപ്പോൾ അത് സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ പ്രതിയോഗികളുടെ ഒരു രീതിയാണ് അവർ പറഞ്ഞത്. പക്ഷേ BJP എല്ലാ രാജ്യസഭാ മെമ്പർമാരും ഒരു മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും മത്സരിക്കണം എന്നാണ് നേരത്തെ തന്നെ തീരുമാനം. അത് ജനങ്ങളെ സമീപിക്കുന്നതിനും ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനും കൂടുതൽ സേവനം ചെയ്യുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ്. പിന്നെ സ്ഥാനത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്നവർ അങ്ങനെ പറയും, ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ അവസ്ഥ ഈ രീതിയിലായത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അദ്ദേഹം മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു. ഇനി